അങ്ങനെ ചീഫ് ഗസ്റ്റ് ആയി ഞാൻ എത്തിയ ശേഷം നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഒരു തിരുവാതിര കളിക്കാൻ പോണ ഷോ ആണ് കാഴ്ച ഇത്. ആരെങ്കിലും തിരുവാതിര തെറ്റിക്കൊണ്ടറിയാൻ വേണ്ടി ഞാൻ കുറെ നേരം നോക്കിയിരുന്നു, പക്ഷെ ആരും തെറ്റിച്ചില്ല. എന്നാലും എന്റെ മനോഹരേട്ടാ എന്തൊക്കെ അഭ്യാസങ്ങൾ അയച്ചൊക്കെ കാട്ടണേ. വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞപ്പോ കാണിക്കണ അംഗമെട്ടാണ് കാഴ്ചത്. ഇതാണ് കാഴ്ച നമ്മുടെ കോളേജിലെ ശ്യാം മാലിക്. അങ്ങനെ നമ്മുടെ വെറുതെ ഇരിക്കുന്ന ഷുനൂന് നമ്മളൊരു ചലഞ്ച് കൊടുത്തു. സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിട്ടും തുള്ളാൻ. ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താ 500 രൂപ തരാന്ന് പറഞ്ഞായിരുന്നു. എല്ലാരും കൂടെ ചെക്കന് ഒടുക്കത്തെ മോട്ടിവേഷൻ ആയിരുന്നു. എന്റെ 500 പോകുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അങ്ങനെ അവസാനം ഷുണ്ണു അത് ചെയ്തു ഗൈസ്. എന്തായാലും ഷുണ്ണുവിന്റെ ധൈര്യം അങ്ങോട്ട് സമ്മതിച്ചു. നമ്മുടെ അപ്പു CBSE അവിടെ കാര്യമായ ചർച്ചയിലായിരുന്നു. എന്തൊക്കെയാണ് കാഴ്ച ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ. രാത്രി അഭ്യാസത്തിന്റെ സമ്പാദ്യമാണ് കാഴ്ച ഈ കാണണേ. ശേഷം സ്ക്രീനിൽ എക്കണോമിക്സുകാരുടെ പരിപാടി വന്നു, പിന്നെ ബോട്ടണിക്കാരുടെ ഡാൻസ് വന്നു. അടുത്തായി നമ്മുടെ ചെക്കന്റെ സ്റ്റേജ് പ്രോഗ്രാമാണ്. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഒരു ഷോ മാത്രമേ ഉള്ളൂ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഫുള്ള് ചില്ലായി നിൽക്കാണ് പിള്ളേര്. ഈ കിടന്ന് കറങ്ങണാണ് ഗൈസ് ഭദ്രശ്രീ. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിച്ചു. ഒരു സിഗ്മയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഗൈസ് രാത്രി കോളേജിൽ ഒരു പരിപാടിക്ക് നിൽക്കണേ. നമ്മുടെ കോളേജ് രാത്രി കാണാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണേ. 3 വർഷമാവാറായി ഗൈസ് ഇവർ ഈ പോസിംഗ് സ്റ്റൈൽ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോഴാണ് സാറ് വന്ന് കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയണത്. അങ്ങനെ ക്ലാസ് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോ സാറ് അങ്ങോട്ടും വന്നു. ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ സന്തോഷമാണ് ഗൈസ്. ഇത് കുറെ കടകൾ കയറി ഇറങ്ങിയതിനു ശേഷം നമുക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കിട്ടി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം 6 വീട്ട് സ്റ്റേ അടിക്കുന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ. അവസാനം നമ്മുടെ ദീപുവിന്റെ വീട് ഫിക്സ് ആയി. പിന്നെ അങ്ങോട്ട് ഫുള്ള് വൈബായിരുന്നു. ഓക്കെ ബൈ.